ഓൾഡ് ബോയ് ഡയറക്ടറുടെ പുതിയ പടം. ഈ ഒറ്റ കാര്യം മതിയല്ലോ ഈ സിനിമ കാണാനായിട്ട്. നോ അതർ ചോയ്സ്. പാർക്ക് ചാൻ വുക് സംവിധാനം ചെയ്ത് ലീ ബ്യൂങ് ഹ്യൂൻ പ്രധാന വേഷത്തിൽ വന്ന ഈ കൊറിയൻ ബ്ലാക്ക് കോമഡി ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഭാര്യയും രണ്ട് മക്കളോടൊപ്പം നല്ലൊരു ജോലിയും ചെയ്ത് അത്യാവശ്യം ആഡംബരമായിട്ടൊക്കെയുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യന് ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരവസ്ഥ അത് അയാളെ എങ്ങനെ ബാധിക്കുന്നു, അത് അയാളെ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നതാണ് ഈ സിനിമ പറയുന്നത്. ഈ വാർത്തകളുടെയൊക്കെ ടൈറ്റിൽ കാണുകയല്ലേ, മറ്റു വഴികൾ ഇല്ലാതെ അയാൾ ചെയ്തു തറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പോലെയുള്ള ഒരു സംഭവം. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഭയങ്കര ഗംഭീര മസ്റ്റ് വാച്ച് ഐറ്റം അല്ലെങ്കിൽ ഓൾഡ് ബോയ് ലെവൽ എന്നൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല. പക്ഷെ കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത ഒരു നല്ല പടം, ഒരു ഡീസന്റ് പടം എന്ന് തന്നെ പറയാം. ഒരു വല്ലാത്ത പടമാണ്. ഡാർക്ക് കോമഡി എന്ന ജോണറിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ്. പ്ലോട്ടൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറി ആണെന്നൊക്കെ കരുതി ഈ പടം കാണരുത് മോനെ. സംഭവം ഡാർക്കാണ്. ഈ ഓൾഡ് ബോയ്, ദ ഹാൻഡ് മെയ്ഡൻ, ഈ രണ്ട് പടം മതി സംവിധായകന്റെ സിനിമകളുടെ ഒരു റേഞ്ച് മനസ്സിലാക്കാനായിട്ട്. പുള്ളിയുടെ ഡിസിഷൻ ടു ലീവ് എന്ന പടവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ പുള്ളിയുടെ പടങ്ങളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഈ സിനിമയ്ക്കും ഉണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ ഓസ്കാറിന് മികച്ച ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമിന്റെ കാറ്റഗറിയിൽ കൊറിയയിൽ നിന്നുള്ള ഔദ്യോഗിക എൻട്രിയുമാണ് ഈ സിനിമ. ഇതൊക്കെ കൊണ്ട് തന്നെ കുറച്ച് എക്സ്പെക്ടേഷൻ ഒക്കെ വെച്ച് തന്നെയാണ് ഞാൻ ഈ സിനിമ കണ്ടതും. തുടക്കം അത്യാവശ്യം നല്ല സ്ലോ ആയിരുന്നു, പക്ഷെ പിന്നെ അങ്ങോട്ട് സംഭവം മാറുകയാണ്. എൻഗേജിങ് ആവും, ത്രില്ലിംഗ് ആവും, ചെറിയ രീതിയിൽ പടം അത്യാവശ്യം ഡിസ്റ്റർബിംഗുമാണ്. ഒരു ഫ്രഷ് സബ്ജക്ട് ആൻഡ് മേക്കിംഗ് ആയിട്ട് തോന്നി. ചില സീനുകളൊക്കെ ഭയങ്കര രസമാണ്, യുണീക്ക് ആണെന്ന് തന്നെ പറയാം. ചിലത് ഭീകരവുമാണ്. ഒരു വീട്ടിനകത്ത് ഒരു തോക്കും 3 പേരും ഒരു പാട്ടും ഒക്കെ വെച്ച് ഡയറക്ടറുടെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലിലുള്ള ഒരു സീനുണ്ട്. ഭയങ്കര വെറൈറ്റി ആയിരുന്നു. പിന്നെ തന്റേതിന് സമാനമായ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ഫിൽട്ടർ ചെയ്യുന്ന ഒരു പരിപാടി, ആ ഐഡിയ ഒക്കെ കിടുവാണ്. ജീവിക്കാൻ വേണ്ടിയുള്ള ഓരോ കഷ്ടപ്പാടുകളെ, സാഹചര്യങ്ങൾ ചില മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുന്നു എന്നതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ പടം എന്ന് പറയാം. ഈ AI ആധിപത്യമൊക്കെ സ്ഥാപിക്കുന്നതോടെ മനുഷ്യർക്ക് അവരുടെ തൊഴിൽ സാധ്യതകൾക്ക് എന്തൊക്കെ ഭീകര മാറ്റങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്നത് സിനിമ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. സോ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി, തന്നെ രക്ഷിക്കാൻ വേണ്ടി മുമ്പിൽ വേറൊരു വഴിയും ഇല്ലാതെ വരുന്ന ഒരാൾ അയാൾക്ക് അതിജീവിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് പടം പറയുന്നത്. പക്ഷെ നമുക്കൊന്നും കംപ്ലീറ്റ് ആയിട്ട് ന്യായീകരിക്കാൻ പറ്റുകയുമില്ല. ഈ പടത്തിന്റെ ലാസ്റ്റ് കുപ്പത്തൊട്ടിയിൽ മാണിക്യം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ഒരു നല്ല സീനുണ്ട്. കാലിക പ്രസക്തമായിട്ടുള്ള പ്രമേയം, മികച്ച മേക്കിംഗ്, ഒപ്പം അഭിനയിച്ചവരുടെ എല്ലാം നല്ല പെർഫോമൻസുകളും സിനിമയിലുണ്ട്. നായകൻ ലീ ബ്യൂങ് ഹ്യൂന്റെ പ്രകടനം തന്നെയാണ് എടുത്തു പറയേണ്ടത്. സാഹചര്യങ്ങൾ ഒരാളെ കൊണ്ട് എങ്ങനെ ഇതെല്ലാം ചെയ്യിക്കുന്നു എന്നുള്ളത് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ടാണ് പുള്ളി അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ല പ്രകടനമായിരുന്നു. പുള്ളി ഇതിൽ ചിരിക്കുന്ന ചില സീൻസ് ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ പേടി തോന്നും. ഭാര്യയായിട്ട് വന്ന സോൺ ഈ ജിന്നിന്റെ പെർഫോമൻസും കിടുവായിരുന്നു. വേറെ 1-2 ആൾക്കാരുടെ പേര് പറയണമെന്നുണ്ട്, അത് സ്പോയിലർ ആവുന്നുള്ളതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ടെക്നിക്കൽ സൈഡിൽ ഇതിന്റെ ക്യാമറ ലൊക്കേഷൻ ഒക്കെ മികച്ചതാണ്. എഡിറ്റിംഗും എടുത്തു പറയണം. കുറെ ഡിസോൾവ് ട്രാൻസിഷൻ ഒക്കെ നൈസായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ക്ലാസിക് ആണ്. പടം അല്പം വല്ലാതെ സ്ലോ ആണെന്ന് പറയാം. ഒരല്പം കൂടി ഫാസ്റ്റ് ആക്കാമായിരുന്നു, കുറച്ചുകൂടി ഒന്ന് എൻഗേജിങ് ആക്കാമായിരുന്നു എന്നൊക്കെ ഇടയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തു. ലെങ്തും കുറച്ച് കൂടുതലായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. ഇതൊക്കെയാണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. കൂടാതെ പടം കുറച്ച് ഡിസ്റ്റർബിംഗ് ആണ്. മീൻസ് ഇത് ഒരു പോസിറ്റീവ് വൈബ് തരും എന്ന് വിചാരിച്ചാരും കാണരുത്. ഇപ്പോൾ ഈ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് സിനിമയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള കഥാപാത്രങ്ങളാണ് ഇതിലെ മിക്ക ആൾക്കാരും. അതുകൊണ്ട് തന്നെ ആ ഒരു ഡാർക്ക് കോമഡി എന്ന സെൻസിൽ ഈ പടം കണ്ടാലേ ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ ക്യാരക്ടേഴ്സ് ഒക്കെ നല്ലവരാകണം, പോസിറ്റീവ് ആകണം എന്നൊക്കെ കരുതുന്ന ആൾക്കാർക്ക് ഇത് കണ്ടിരിക്കാൻ കുറച്ച് പാടായിരിക്കും. സോ മൊത്തത്തിൽ ഒരു നല്ല പടമാണ്. പക്ഷെ എല്ലാവരുടെയും കപ്പ് ചായ എന്ന് പറയാനും പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ചിലർക്ക് ഇതിന്റെ എൻഡ് ഒക്കെ ഇങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ തോന്നിയേക്കാം. സോ അമിത പ്രതീക്ഷയില്ലാതെ കാണുക. ഒരു ഡീസന്റ് ഫിലിം തന്നെയാണ്. എനിക്ക് വർക്കായ പടമാണ്. പടം ഇപ്പോൾ ഡീറ്റെയിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യയിൽ മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും നിലവിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണേണ്ടി വരും. 2 മണിക്കൂർ 19 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. പടം 18+ ആണ്. ചെറിയ ന്യൂഡിറ്റി, വയലൻസ് ഒക്കെ പടത്തിലുണ്ട്. സോ നോട്ട് ഫോർ ഫാമിലി എന്ന് പറയാം, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.